ഇന്ററിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച ഒരു കരിയർ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഭാഗമേ അല്ല CMA എന്നുള്ളത്. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നതും അതേപോലെ CDA കുറിച്ച് അറിയുന്നതൊക്കെ. ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് CDA ഈസ് ദ ബെസ്റ്റ്. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. Hi, I'm Ananya. I'm from Calicut. ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞിട്ട് IIC ലക്ഷ്യയിലായിരുന്നു ജോയിൻ ചെയ്തത് CMAക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫൗണ്ടേഷൻ പാസ്സായി. ഇന്ററിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച ഒരു കരിയർ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഭാഗമേ അല്ല CMA എന്നുള്ളത്. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നതും അതേപോലെ CDA കുറിച്ച് അറിയുന്നതൊക്കെ. എൻ്റെ കസിൻ വഴിയാണ് ഞാൻ CDAയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ CDAയിലേക്ക് വരുമ്പോഴും വലിയൊരു ഐഡിയ ഇല്ല എങ്ങനെയാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതെനിക്ക് യൂസ്ഫുൾ ആവോ, അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ ആക്ച്വലി ലാപ്പ് പോലും എനിക്ക് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ CDAയിൽ വന്നു, ക്ലാസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ലാസ്റ്റ് 4 months കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു എന്താ പറയുക, ദിസ് ഇസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് എവർ ടേക്കൺ. ബിക്കോസ് CDAയും അതേപോലെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങോട്ട് കുറച്ചുകൂടെ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. അതേപോലെ ഇപ്പം ഏതൊരു ബിസിനസ്സിനാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ആ ബിസിനസ് ഈസ് ഓൾവേസ് സീറോ. സോ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് CDA ഈസ് ദ ബെസ്റ്റ്. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അത് വെറുതെ ജസ്റ്റ് നമ്മൾ ഈ റീൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോസ് കണ്ടിട്ടോ ഒന്നുമല്ല. ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് എനിക്കിവിടെ വന്നതിന് ശേഷം മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മളെപ്പം എന്തൊരു ഡൗട്ട് ചോദിച്ചാലും ദേ ആർ ഓൾവേസ് വിത്ത് us. അതേപോലെ നമ്മൾ CDA പഠിച്ചിറങ്ങിയാലും ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടാവുമോ, അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിസ്ക് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ. ബട്ട് ടു ബി ഹോണസ്റ്റ്, നമുക്കിവിടെ ഒരു ലൈഫ് ടൈം പാർട്ട് പോലെയാണ് CDA എന്ന് പറഞ്ഞത്. അതായത് ഏതൊരു ടൈം നമുക്ക് എന്ത് ഹെൽപ്പ് വേണം പറഞ്ഞാലും ദ മെൻറ്റേഴ്സ് ആർ റെഡി ടു ഹെൽപ്പ് us. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒരു ടീച്ചേഴ്സിനെക്കാളും ആസ് എ ഫ്രണ്ടാണ് അവർ പഠിപ്പിക്കുന്നത്. സോ നമുക്ക് ഒരു ടീച്ചർ ആൻഡ് അങ്ങനെ ഒരു ഇതുവരെ തോന്നിയിട്ടില്ല. ബിക്കോസ് ദേ ആർ ഓൾവേസ് വിത്ത് us. CDAയിൽ ഞാൻ ഓഫ് കോഴ്സ് വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ CDA ബെസ്റ്റ് ആവാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ മെൻറ്റേഴ്സിൻ്റെ ഒരു ഫ്രണ്ട്ലി, അതേപോലെ അവരെപ്പോഴും അവരുടെ അടുത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റുഡൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതി എല്ലാം ഈസ് അടിപൊളി. പിന്നെ അതേപോലെ എനിക്കിങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോയിട്ട് എനിക്ക് ഒരു ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് പോലും സംസാരിക്കാൻ തീരെ ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് സ്പീക്കപ്പ് സെക്ഷൻസ് കുറേ കിട്ടാറുണ്ട്. ആൻഡ് ഫസ്റ്റൊക്കെ ഭയങ്കര ടഫായിരുന്നു, കാരണം എങ്ങനെ പറയണം, പറയാൻ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയാലും അത്രയും ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എത്തുമ്പം വി ആർ ടോട്ടലി മൈൻഡ് ഫുള്ള് പോയി കിടക്കും. കാരണം എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ബട്ട് ഈ 4 months കഴിയുമ്പം ഐ എം വെരി സ്ട്രോങ്. എനിക്ക് ആരെ മുന്നിൽ പോയിട്ടും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ എനിക്ക് പറയാൻ ഇപ്പോൾ ഒരു പേടിയില്ല. ആൻഡ് ഓൾസോ ഐ ഗോട്ട് എ സ്റ്റാർ സ്ട്രാറ്റജിസ്റ്റ് അവാർഡ്. ആക്ച്വലി ഐ ഹാവൻറ്റ് എക്സ്പെക്റ്റഡ് ദാറ്റ്. ബിക്കോസ് ഒരു അവാർഡ് കിട്ടാൻ മീൻസ് അത് അത്രയും ഇറ്റ്സ് നോട്ട് ഈസി. കാരണം നമ്മൾ അത്രയും അതിൻ്റെ പിന്നാലെ ഇരുന്ന് ആലോചിച്ച് എന്ത് കൊണ്ടുവരണം നമ്മൾ കുറേ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത്. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി. സോ ഫൈനലി താങ്ക്സ് ടു CDA ഫോർ ഗിവിങ് ദ ബെസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എടുത്തത് ഈസ് ഓൾവേസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് താങ്ക്സ് ടു CDA.